മക്കളെ, വെൽക്കം ബാക്ക് ടു CMS Creations. നമ്മൾ നോക്കാൻ പോകുന്നത് +2 മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 1.1 ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് A 1 2 3 4 5. നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ട് 1 2 3 4 5. അതിലൊരു റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. റിലേഷൻ ഇങ്ങനെയാണ്: AB such that mod A minus B is even. mod A minus B ഈവൻ ആയിരിക്കണം. ഈസ് ആൻ ഈക്വലന്റ് റിലേഷൻ. ഈ റിലേഷൻ ഒരു ഈക്വലന്റ് റിലേഷൻ ആണെന്ന് തെളിയിക്കണം. ഈക്വലന്റ് ആണെന്ന് എങ്ങനെ തെളിയിക്കുക? ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആവണം, സിമ്മട്രിക് ആവണം, ട്രാൻസിറ്റീവ് ആവണം. എങ്കിലാണ് ഇത് ഈക്വലന്റ് റിലേഷൻ ആവുക. അതിനുശേഷം ഷോ ദാറ്റ് ഓൾ ദ എലമെന്റ്സ് ഓഫ് 1 3 5 ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. ഈ സെറ്റ് 1 3 5 റിലേഷൻസ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഷോ ചെയ്യണം. അതേപോലെ തന്നെ ആൻഡ് ഓൾ ദ എലമെന്റ് ഓഫ് 2 4 എന്ന് പറയുന്ന സെറ്റിലുള്ള എല്ലാ എലമെന്റുകളും പരസ്പരം അഥവാ അതിനുള്ളിൽ തന്നെ എന്ത് ചെയ്യേണ്ട ബന്ധപ്പെട്ടിരിക്കുന്നു, റിലേഷൻ ഉണ്ട് എന്നുള്ളത് തെളിയിക്കണം. ബട്ട് നോ എലമെന്റ് ഓഫ് 1 3 5 ഈസ് റിലേറ്റഡ് ടു എനി എലമെന്റ് ഓഫ് 2 4. 1 3 5 എലമെന്റുകൾ ആരും തന്നെ 2 4 എലമെന്റിനോട് റിലേഷൻ ഇല്ല എന്നുള്ളത് നാം എന്ത് ചെയ്യണം, ഷോ ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ നമുക്ക് ഇവിടെ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് A 1 2 3 4 5 ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന റിലേഷൻ ഇങ്ങനെയാണ്: മോഡ് A മൈനസ് ബി ഈസ് ഈവൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമ്മളിത് റിഫ്ലെക്സീവ് ആണെന്ന് തെളിയിക്കാൻ പോകണം മക്കളെ. ഇവിടെ ശ്രദ്ധിച്ചോണേ, നോക്കിയാൽ A മൈനസ് 0 ആണ്. മോഡ് A മൈനസ് A എന്ന് പറയുന്നത് എന്താണ്? 0 എന്നാണ്. 0 ഈവൺ നമ്പർ ആണോ? 0 ഇസ് ഓൾവേസ് ആൻ ഈവൺ നമ്പർ ആണ്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ 1 എടുത്തു, അപ്പോൾ 1 മൈനസ് 1 0 ആണ്. 2 എടുത്തു, 2 മൈനസ് 2 0 ആണ്. 3 ആണെന്നുണ്ടെങ്കിൽ 3 മൈനസ് 3 0 ആണ്. 4 മൈനസ് 4 0 ആണ്. 5 മൈനസ് 5 0 ആണ്. അപ്പോൾ ഈ 0 എന്ന് പറയുന്നത് ഈവൺ നമ്പറാണ്. അപ്പോൾ രണ്ട് നമ്പറുകൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈവൺ നമ്പർ ആണെന്നുണ്ടെങ്കിൽ അത് ഈ റിലേഷനിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ നമ്പറുകളൊക്കെ ഈ റിലേഷനിൽ ഉണ്ടാവും. 1 1 ഉണ്ടാവും, 2 2 ഉണ്ടാവും, 3 3 ഉണ്ടാവും, 4 4 ഉണ്ടാവും, 5 5 ഉണ്ടാവും, ഉണ്ടാവില്ലേ? അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതെന്താണ്? റിഫ്ലെക്സീവ് ആണ്. അപ്പോൾ മോഡ് A മൈനസ് A ഈക്വൽ ടു 0 ആണ്. അപ്പോൾ 0 ഒരു ഈവൺ നമ്പർ ആണ്. അപ്പോൾ A ബിലോങ്സ് ടു R എന്ന് എഴുതാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് റിഫ്ലെക്സീവ് ആണ്. ഇനി അടുത്ത് നമ്മൾ സിമ്മട്രി ചെക്ക് ചെയ്യാൻ പോവാണ്. സിമ്മട്രിയുടെ കണ്ടീഷൻ എന്താ? AB ഉണ്ടെങ്കിൽ BAയും വേണം. ഓക്കെ, അപ്പോൾ AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് A മൈനസ് ബി ആണ്. ഓക്കെ, മോഡ് A മൈനസ് ബി ആണ്. അപ്പോൾ നമ്മളതിൻ്റെ മോഡ് A മൈനസ് ബിൻ്റെ നമ്മൾ രണ്ടിനും ഒരു നെഗറ്റീവ് കൊടുത്തു. ഓക്കെ, ഒരു നെഗറ്റീവിനെ പുറത്തെടുത്തപ്പോൾ A മൈനസ് A ആയി, മൈനസ് ബി പ്ലസ് ബി ആയി. ഇത് രണ്ട് ഈക്വൽ അല്ലേ വരിക? ഈ മൈനസിന് ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ ഈ സാധനം തന്നെ അല്ലേ കിട്ടുക? ഓക്കെ, ഇതിന് ഞാൻ ഈ ബ്രാക്കറ്റിലുള്ളത് ഞാൻ തിരിച്ചൊന്ന് എഴുതിട്ടോ. B മൈനസ് A, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ -1 + 2 എന്ന് പറയുന്നത് 1 ആണ്. അത് നേരെ തിരിച്ച് എഴുതിയാലും 2 - 1 എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. അപ്പം -A + B ഞാൻ B മൈനസ് A എന്ന് എഴുതി. ഇനി അടുത്തൊരു എക്സാമ്പിൾ, ഇപ്പോൾ മോഡ് 2 എന്ന് പറയുന്നതും മോഡ് -2 എന്ന് പറയുന്നതും സെയിം ആണ്. ആണോ? മോഡ് 2 എന്ന് പറയുന്നതും മോഡ് -2 എന്ന് പറയുന്നതും സെയിം ആണ്. അപ്പോൾ മോഡ് -B - A നമുക്ക് മോഡ് -B - A എന്ന് എഴുതി കൂടെ? ഈ മൈനസ് കളഞ്ഞാണ്ട്. അപ്പോൾ മോഡ് -2നെ മോഡ് 2 എന്ന് എഴുതുന്ന പോലെ ഈ മൈനസ് കളഞ്ഞാണ്ട് നമുക്ക് എന്ത് ചെയ്താം? മോഡ് B - A എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് മോഡ് A മൈനസ് ബി ഈക്വൽ ടു മോഡ് B - A എന്ന് കിട്ടി. കണ്ടോ? ഓക്കെ, ഒന്നുകൂടി നോക്കിക്കോ. രണ്ടെന്ന് ഒരു നെഗറ്റീവിനെ പുറത്തെടുത്തു. അപ്പോൾ A നെഗറ്റീവ് പുറത്തു പോയാൽ -A ആവും, -B നെഗറ്റീവ് പുറത്തു പോയാൽ +B ആവും. ഇനി ഇതിനെ തിരിച്ചെഴുതി B - A എന്നാക്കി. അഥവാ മോഡ് -2 എന്ന് പറയുന്നത് ആർക്ക് ഈക്വലാണ്? മോഡ് 2ന് ഈക്വലാണ്. മോഡ് -2 എന്ന് പറയുന്നത് ആർക്ക് ഈക്വലാണ്? മോഡ് 2ന് ഈക്വലാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോഡ് -B - A എന്ന് പറയുന്നത് ആർക്ക് ഈക്വലാണ്? മോഡ് B - Aക്ക് ഈക്വലാണ്. ഈ നെഗറ്റീവ് ഇവിടുന്ന് പോകും. അപ്പോൾ രണ്ട് ഈക്വലായിട്ട് കിട്ടിയില്ലേ? അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്കിത് എന്ത് കിട്ടും? സിമ്മട്രിക് എന്ന് കിട്ടും അല്ലേ? മോഡ് A മൈനസ് ബി ഈക്വൽ ടു മോഡ് B - A. അഥവാ മോഡ് A മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AB ബിലോങ്സ് ടു R ആണ്. കാരണം മോഡ് A മൈനസ് ബി ഈവൺ നമ്പർ ആണ്. ഓക്കെ, അപ്പോൾ മോഡ് A മൈനസ് ബി ഉണ്ടെങ്കിൽ മോഡ് B - A ഉണ്ടാവും. കാരണം അത് രണ്ട് ഈക്വൽ ആണ്. നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ, ഇപ്പോൾ 3 - 1 ഉണ്ടെന്ന് കരുതുക. 3 - 1 എത്രയാ? 3 എന്ന് പോയാൽ 2 ഈവൺ നമ്പർ ആണ്. അപ്പം 1 - 3 ഉണ്ടാവൂലേ? 1 നിന്ന് 3 പോയാൽ എത്രയാ? -2 ആണ്. അതിൻ്റെ മോഡ് എടുക്കുമ്പോൾ അത് 2 ആയില്ലേ? കണ്ടോ?
വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെടുക്കാം? 5 - 3 എടുത്ത് നോക്കിയോ. 5 - 3 എത്രയാണ്? 2 ആണ്. അപ്പൊ 3 - 5 എത്രയാ? -2 ആണ്. മോഡ് എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആവൂലേ? കണ്ടോ? അപ്പോൾ ആ നമ്പർ ഉണ്ടെങ്കിൽ അപ്പുറത്തെ നമ്പറും ഉണ്ട് അല്ലെ. a - b is even, then b - a is also even. ab belongs to r ആണ്, ba belongs to r ആണ്. r is symmetric ഒന്നും കിട്ടും. ഓക്കെ, ഞാൻ അടുത്ത ട്രാൻസിറ്റിവിറ്റി നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. a - b ഈവൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രാക്കറ്റിൽ ഇങ്ങനെ ഇടാം, a - b is even. ഇനി b - c is even ആണെന്നുണ്ടെങ്കിൽ b - c is even എന്ന് നമുക്ക് ഇടാം. സം ഓഫ് 2 ഈവൺ നമ്പർ ഈസ് ഓൾസോ ഈവൺ നമ്പർ. 2 ഈവൺ നമ്പറിന്റെ സം എന്താണ്? ഈവൺ നമ്പർ തന്നെയാണ് അല്ലെ. 2 + 2 ഏത് 2 ഈവൺ നമ്പർ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കത് ഈവൺ നമ്പർ തന്നെയാണ് കിട്ടുക. ഇനി 2 ഈവൺ നമ്പറുകൾ ഞാനൊന്ന് ആഡ് ചെയ്യാൻ പോവാണ്. a - b പ്ലസ് b - c. മൈനസ് ബിയും പ്ലസ് ബി എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. അപ്പൊ a - c എന്ന് കിട്ടും. അപ്പൊ a - c യും എന്തായിട്ട് കിട്ടി? ഈവൺ നമ്പർ ആയിട്ട് കിട്ടി. നമ്മളുടെ കണ്ടീഷൻ ആയില്ലേ അല്ലെ. a - c is an even number. അപ്പൊ എന്തായി? a - b ഉണ്ട്, b - c ഉണ്ട്, അപ്പൊ a - c ഉണ്ട്. എന്തായിട്ട് കിട്ടും? ട്രാൻസിറ്റീവ് ആയിട്ട് കിട്ടും. a b belongs to r എന്ന് കിട്ടും. a - b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a b belongs to r. b - c ഈവൻ ആണെന്ന് പറയുമ്പോൾ b c belongs to r. a - c ഈവൻ ആണെന്ന് പറയുമ്പോൾ a c belongs to r. ട്രാൻസിറ്റീവ് ആണെന്ന് കിട്ടി. ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 3 ഉണ്ടെന്ന് കരുതുക. അതേപോലെ തന്നെ 3 5 ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 5 ഉണ്ടാവണം എന്നാണ് പറയുന്നത് അല്ലെ. 1 a c 1 ഉം 5 അല്ലേ. നോക്കിയാൽ 3 1 പോയാൽ 2 ഈവൺ നമ്പറാണ്. 3 5 പോയാൽ 1 3 പോയാൽ -2 ഈവൺ നമ്പറാണ് മോഡ് എടുക്കുമ്പോൾ. 3 5 പോയാൽ -2 മോഡ് എടുക്കുമ്പോൾ ഈവൺ നമ്പറാണ്. 1 5 പോയാൽ -4 മോഡ് എടുക്കുമ്പോൾ ഈവൺ നമ്പറാണ്. കണ്ടോ, എല്ലാത്തിലുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലക്സീവ് ആണ്, സിമ്മട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. എന്തൊക്കെയാണ്? റിഫ്ലക്സീവ് ആണ്, സിമ്മട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അതൊരു ഈക്വലന്റ് റിലേഷൻ ആയിരിക്കും. ഓക്കെ, ആർ ഈസ് റിഫ്ലക്സീവ്, സിമ്മട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഈക്വലന്റ് റിലേഷൻ. ഓക്കെ, സിമ്മട്രിക്കും റിഫ്ലക്സീവും സിമ്മട്രിക്കും ട്രാൻസിറ്റീവും ആവുമ്പോഴാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്? ഈക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത്. ഇനി 1 3 5 എലമെന്റുകൾ, അതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓൾ എലമെന്റ്സ് ആർ ഓഡ് നമ്പർ. എല്ലാ എലമെന്റുകളും ഓഡ് നമ്പർ ആണ്. 2 ഓഡ് നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ എന്താ കിട്ടുക? ഇപ്പൊ ഇത് രണ്ടും ഓരോ കണക്ഷൻ ഉണ്ട് എഴുതിക്കോ. 1 - 1 0 ആണ്, 3 - 3 0 ആണ്, 5 - 5 0 ആണ്. ഇനി 1 - 3 -2 കിട്ടും, മോഡ് എടുക്കുമ്പോൾ പോസിറ്റീവ് ആണ്. 1 - 5 5 1 പോയാൽ 4, അതും പോസിറ്റീവ് ആണ്. 3 - 5 ഏത് 2 ഈ ഓഡ് നമ്പറിന്റെ ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാലും നമുക്ക് എന്താ കിട്ടുക? അതൊരു ഈവൺ നമ്പർ ആണ് കിട്ടുക. ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 നമ്പർ ഈസ് ആൻ ഈവൺ നമ്പർ. ഇവിടെ നമുക്ക് ഏതൊരു നമ്പറിന്റെയും ഈവൺ നമ്പറുകൾ ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? ഈവൺ നമ്പർ ആണ്. അപ്പൊ ഇത് പരസ്പരം റിലേറ്റഡ് അല്ലേ. മോഡുലസ് ഓഫ് ഇറ്റ്സ് വാല്യൂസ് ഓൾസോ ഈവൺ നമ്പർ. ഹെൻസ് എലമെന്റ് ഓഫ് 1 3 5 ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. 1 3 5 ഓരോ എലമെന്റും എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം ബന്ധമുണ്ട് അല്ലെ, റിലേറ്റഡ് ടു ഈച്ച് അതർ എന്ന് കിട്ടും. ഇനി അടുത്തത് നമുക്കുള്ളത് 2 4 ആണ്. 2 2 ഇപ്പൊ 2 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 - 2 0 ആണ്. 4 4 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4 - 4 0 ആണ്. പിന്നെ ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ 4 2 പോയാൽ അത് എന്താണ്? 2 ആണ്. ഇതൊക്കെ ഈവൺ നമ്പർ അല്ലേ. അപ്പൊ ഇവിടെയും നമുക്ക് കിട്ടും ഓൾ എലമെന്റ്സ് ആർ ഈവൺ നമ്പർ. ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഈസ് ഓൾസോ ഈവൺ നമ്പർ. മോഡുലസ് ഓഫ് ദ ഡിഫറൻസ് ഈസ് ഓൾസോ ഈവൺ നമ്പർ. ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഈവൺ നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മോഡും എന്ത് തന്നെയായിരിക്കും? ഈവൺ നമ്പർ തന്നെയായിരിക്കും. അപ്പോൾ എലമെന്റ് ഓഫ് 2 4 എന്താണ്? റിലേറ്റഡ് ടു ഈച്ച് അതർ ആണ്. അതും പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? റിലേഷൻ ഉണ്ട്. ഇനി അടുത്ത ചോദിച്ചു 1 3 5 2 4 തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് റിലേഷൻ കൊടുത്തു നോക്കിയേ. 1 2 2 - 1 കിട്ടൂല, 1 ആണ് കിട്ടുക, ഓഡ് നമ്പർ ആണ്. 4 - 1 3 ഓഡ് നമ്പർ ആണ്. 3 - 2 1 ഓഡ് നമ്പർ ആണ്. 3 - 4 1 ഓഡ് നമ്പർ ആണ്. 5 - 2 3 ഓഡ് നമ്പർ ആണ്. 5 - 4 1 ഓഡ് നമ്പർ ആണ്. കണ്ടോ, ഒന്ന് ഇപ്പൊ ഒരു അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു സെറ്റ് ഓഡ് നമ്പറും ഒരു സെറ്റ് ഈവൺ നമ്പറാണ്. ഈവൺ നമ്പറും ഓഡ് നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? അത് ഓഡ് നമ്പറാണ്. ഓക്കെ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ ഓഡ് നമ്പർ ആൻഡ് ഈവൺ നമ്പർ ഈസ് ഓൾവേസ് ആൻ ഓഡ് നമ്പർ. അപ്പോൾ ഈ രണ്ട് സെറ്റുകൾ തമ്മിൽ എന്തില്ല? റിലേഷൻ ഇല്ല. ദെയർഫോർ ദ ഡിഫറൻസ് ഈസ് നോട്ട് ഈവൺ നമ്പർ. ഡിഫറൻസ് എന്തല്ല? ഈവൺ നമ്പർ അല്ല. മോഡുലസ് ഓഫ് ഡിഫറൻസ് ഈസ് ഓൾസോ നോട്ട് ഈവൺ നമ്പർ. അപ്പൊ അതിന്റെ മോഡുലസും എന്തല്ല? ഈവൺ നമ്പർ അല്ല. നമ്മളിവിടെ മോഡുലസ് വാല്യൂ ആണല്ലോ എടുക്കുന്നത്.
അപ്പോൾ നമുക്ക് പറയാം ദ എലമെന്റ് ഓഫ് 135 ആൻഡ് 24 ആർ നോട്ട് റിലേറ്റഡ് ടു ഈച്ച് അതർ. 135 എലമെന്റ് 24 എലമെന്റിനോട്ട് എന്തില്ല, റിലേഷൻ ഇല്ല. ദേ ആർ നോട്ട് റിലേറ്റഡ് ടു ഈച്ച് അതർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെയുണ്ട്? ആദ്യം നമ്മൾ 1 2 3 4 5 എന്ന് പറയുന്ന സെറ്റിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഈക്വലന്റ് റിലേഷൻ ആണെന്ന് ചെക്ക് ചെയ്യൂ. അതിനുശേഷം 1 3 5 സെറ്റുകൾ പരസ്പരം ബന്ധമുണ്ടോ നോക്കി, 2 4 നമ്പറുകൾ പരസ്പരം ബന്ധമുണ്ടോ നോക്കി, അതിനുശേഷം ഇത് രണ്ട് സെറ്റുകൾ തമ്മിൽ ബന്ധമുണ്ടോ നോക്കി. ഓക്കെ.